എല്ലാ പ്രേക്ഷകർക്കും ബിസിനസ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിദ്യാഭ്യാസത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നതിലും നമ്മൾ കേരളീയർ മിടുക്കന്മാരാണ്. ഞാനിപ്പോൾ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ നഗരത്തിൽ നിന്നും 35 കിലോമീറ്റർ അകലെ സാവ്നേർ എന്ന സ്ഥലത്താണ്. കെ ജോൺ പബ്ലിക് സ്കൂളിൻ്റെ അകത്തളത്തിലാണ്. എന്നോടൊപ്പമുള്ള ഇന്നത്തെ അതിഥികൾ കെ ജോൺ പബ്ലിക് സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട സാരഥികളാണ്. മിസ്റ്റർ ജോണും അദ്ദേഹത്തിന് മിസ്സിസ് അഞ്ജലിയും പ്രിൻസിപ്പൽ ജോബിയും. നമസ്കാരം. വളരെ സന്തോഷമുണ്ടൊരു മലയാളി ഇത്രയും ദൂര അകലെ കേരളത്തിൽ നിന്നും വന്ന് കെട്ടിപ്പൊക്കിയ മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനം. നിങ്ങളെ ഞങ്ങളുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് സന്തോഷം തോന്നുന്നു. എങ്ങനെയാണ് ഈ ഐഡിയ വന്നത്? നാട്ടിൽ നിന്നും എവിടെയാണ് ശരിക്കും പ്രോപ്പർ നാട്ടിൽ? ഞാൻ കേരളത്തിൽ കോഴിക്കോട് നഗരത്തിൽ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്നതാണ്. വിലങ്ങാട് എന്ന് പറയുമ്പോൾ വടകര നിയോജക മണ്ഡലത്തിലാണുള്ളത്. അവിടെ എൻ്റെ വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി വരെ കഴിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ മലയാളിക്കുള്ളൊരു ആശയാണ് പുറത്തു പോയി ജീവിക്കാനുള്ളത്. അതുപോലെ ഒരു ആശ എനിക്കുണ്ടായി. ഞാനും കേരളം വിട്ട് പുറത്തിറങ്ങി. ഗൾഫിൽ പോകണമെന്ന് തോന്നിയില്ല? ഗൾഫിൽ പോകണമെന്ന് ആശയില്ല, കാര്യമായിട്ടില്ലായിരുന്നു. കാരണം എൻ്റെ 6 ചേട്ടാനിമാർ ഓൾറെഡി ഗൾഫിലുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചില്ല. പുറത്തുപോയി കേരളീയരില്ലാത്തൊരു സ്ഥലം ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. കേരളീയരില്ലാത്തടത്ത് കേരളീയരോട് ഇത്ര ഇഷ്ടക്കുറവാ? ഏതോ ഒരു നാട്ടിൽ, ആരും അറിയാത്തൊരു നാട്ടിൽ ജീവിക്കാനുള്ള ഒരു ചിന്ത. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ആന്ധ്രയിൽ വന്നു. ആന്ധ്രയിൽ വന്ന് ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലേക്കാണ് ജോയിൻ ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 25 വർഷമായി കേരളം വിട്ടിട്ട്. 25 വർഷം. പക്ഷെ ആളെ കണ്ടിട്ട് ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ പോകുന്നു അല്ലേ? 18 വയസ്സുള്ള കേരളം. അപ്പോൾ വിവാഹമൊക്കെ ഇവിടെ വന്നതിന് ശേഷം? വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുള്ളൂ. 2 വർഷമായിട്ടുള്ളൂ. മിസ്സിസ് അഞ്ജലി അല്ലേ? അഞ്ജലി, നിങ്ങൾക്ക് 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടല്ലേ? ഇവിടെയും നാഗ്പൂർ പ്രിൻസിപ്പളാണ് അല്ലേ? ഇനി ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് നാഗ്പൂർ, എവിടെയാണ്, എത്ര വർഷമായി തുടങ്ങിയിട്ട് സ്ഥാപനം? 4 വർഷമായി. എത്ര സ്റ്റുഡൻസ് ഉണ്ട് അവിടെ? മലയാളികളായ കുട്ടികളൊക്കെ ഉണ്ടോ? കുറച്ച് പേര്. എങ്ങനെയാണ് ഇതിൻ്റെ മീഡിയം? എങ്ങനെയാണ്? ഈ ഹിന്ദി ഇംഗ്ലീഷാണോ? CBSE. കുട്ടികളൊക്കെ ടീച്ചേഴ്സൊക്കെ ടീച്ചേഴ്സിൽ മലയാളികളുണ്ടോ? അത്രേ ഉള്ളൂ. മലയാളി ടീച്ചേഴ്സിന് കിട്ടാൻ ബുദ്ധിമുട്ടാണോ? മലയാളി ടീച്ചേഴ്സിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ചിലപ്പോൾ ഈ അഭിമുഖം കണ്ടതിന് ശേഷം പ്രേക്ഷകരിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് ഒരു ആണല്ലേ? അങ്ങനെ സംഭവിക്കട്ടെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര ടീച്ചേഴ്സ് ഉണ്ട്? ഇവിടെ സാവ്നേറിൽ ഞങ്ങൾക്ക് 36 ടീച്ചേഴ്സ് ഉണ്ട്. സ്റ്റുഡൻസോ? 900 സ്റ്റുഡൻസ് ഉണ്ട്. 900. അത് ഇത് മിക്സഡ് ആണോ? അല്ലേ? ആൺകുട്ടികളും എത്ര ക്ലാസ് വരെയാണ് ഇവിടെ? ഇവിടെ 10ാം ക്ലാസ് വരെ ഉണ്ട്. 10ാം ക്ലാസ് ഇത് സ്ഥാപിച്ചിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് ആകെ 4ാമത്തെ വർഷമാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട്. സോ ആൾക്കാരുടെ റെസ്പോൺസ് വളരെ നല്ല റെസ്പോൺസ്. ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം തോന്നുന്നല്ലേ? കാരണം ഇവിടുത്തെ ഡിസിഷൻ കറക്റ്റായിരുന്നു അല്ലേ? എത്ര വർഷമായി ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ? 2 വർഷം. എങ്ങനെയുണ്ട് ഇവിടുത്തെ? മാഡത്തിനോട് ചോദിക്കണം, ഇവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയുണ്ട്? നാഗ്പൂർ ബന്ധപ്പെട്ട് ഒരുപാട് മലയാളികളുമായിട്ട് മലയാളി സൗഹൃദമല്ലേ ഇവിടെ? ഈ ഭാഗത്ത് മലയാളികൾ കുറവാണെന്ന് തോന്നുന്നു അല്ലേ? ഈ ഏരിയയിൽ കുറവാണ്. ബട്ട് സിറ്റിയിലുണ്ട്. മലയാളികളുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ നല്ലതാണ്. വളരെ കൂട്ടായ്മ ഉണ്ടല്ലേ മലയാളിക്ക്? ഒരാപത്തൊക്കെ ഉണ്ടായാൽ കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിയെത്തും മലയാളി. ഓടിയെത്തും. എനിക്ക് നമ്മുടെ നാട്ടിലെ കൂടുതൽ സൗഹൃദം അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ചിലർ പറയും നാട്ടിലിപ്പോൾ 2 പേര് വഴക്കിട്ട് ഭയങ്കര വഴക്കാണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇന്ത്യൻ നേഷനിൽ വെച്ച് കണ്ടുമുട്ടി. ഹലോ, നീ എന്താണെന്ന് അല്ലേ അങ്ങനെ സംസാരിക്കുന്നു പറയണേക്കാം എന്ന് പറഞ്ഞ പോലെ. ഒരുപാട് സത്യമാണ്. ബിക്കോസ് ഇവിടെ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേനും മലയാളികളുടെ കൂട്ടായ്മ വളരെ വ്യത്യാസപ്പെടുകയാണ്. നാട്ടിൽ വന്നു കഴിയുമ്പോഴും മറന്നു പോകുമായിരിക്കും. എന്നാലും പുറത്തുള്ളപ്പോൾ വളരെ ഒരു സൗഹൃദമായിട്ടാണ് കാണുന്നത്. കുട്ടികളുടെ പഠനം കൂടാതെ വേറെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്? ഇവിടെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങൾക്ക് ഡാൻസ്, മ്യൂസിക്, സിംഗിങ്, തന്നെ കരാട്ടെ, കമ്പ്യൂട്ടർ ലാബ്, എല്ലാ ഫെസിലിറ്റീസും കൂടിയുണ്ട്. പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടോ? പെയിൻറ്റിങ്, ആർട്ട് വർക്ക് എല്ലാം ഉണ്ട്. ഒരു ഓൾറൗണ്ട് ചൈൽഡായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് മാത്രമല്ല ഞങ്ങൾ നോക്കുന്നത്. കുട്ടി ഏത് തലത്തിൽ പോയാലും, പണ്ട് നാട്ടിലുള്ള കാരണന്മാർ പറയുന്ന പോലെ മേലോട്ട് പൊക്കിയിട്ട് കഴിഞ്ഞാൽ പൂച്ച വന്ന് നിൽക്കുന്ന പോലെ 4 കാലം വന്ന് നിൽക്കാൻ കണക്കായിരിക്കണം എന്നുള്ള, അതാണ് ആ ബേസ്
ഈ കുട്ടികളുടെ IQ ഇവിടെ നമ്മുടെ നാട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരു നിലവാരം? IQ കമ്പാരിറ്റീവ്ലി വലിയൊരു ഡിഫറൻസ് ഇല്ല. പക്ഷേ ഹാർഡ് വർക്ക് നോക്കുമ്പം നമ്മളുടെ പിള്ളേർ, മലയാള പിള്ളേർ കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ബ്രെയിൻ വൈസ് ദീസ് പീപ്പിൾ ആർ ഓൾസോ ഈക്വലി. മാഡത്തിന് എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എങ്ങനെയാണ് കുട്ടികൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുമോ അവർ പഠിപ്പിച്ച്? അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഈച്ച് വൺസ് ഇൻഡിവിജ്വൽ ഹാസ് ഗോട്ട് देयर ഓൺ IQ ലെവൽ. പലരും പല വിധത്തിലായിരിക്കും അല്ലേ? അത് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റേറ്റ് അവരുടെ ഇന്റലക്ച്വൽ ലെവൽ ഈസ് ഗുഡ്. ഹൗ ദ ചാൻസസ് ഗിവൺ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഗിവൺ, അത് ശരിയാണ്. ഡിപെൻഡ് ഓൺ ദാറ്റ് ദേ വിൽ ബി ഡെവലപ്ഡ്. ഇവരൊക്കെ മറ്റേ ഒരു നമ്മുടെ നാടുകളിൽ പോലെ സ്കൂൾ ആനിവേഴ്സറി ഒക്കെ ഉണ്ടാകാറുണ്ട്? ഞങ്ങൾ സാധാരണ ആനിവേഴ്സറി കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് നമ്മളുടെ നാട്ടിലുള്ളത് പോലെ അല്ല, അതിനേക്കാളൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് നടത്തുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷത്തെ ആനുവൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് 3.5 മണിക്കൂർ 4 മണിക്കൂറിനകത്ത് പ്രോഗ്രാം ഉണ്ട്. സോ അതിനകത്ത് കംപ്ലീറ്റ് പിള്ളേർ സ്കൂളിൽ ഒരു കൊച്ചു പോലും ഉണ്ടാകുകയല്ല അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത. അങ്ങനെയുള്ളൊരു ഇത് നമ്മുടെ നാട്ടിലില്ല. ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ ഏതെങ്കിലും ഒരു സംഗതിയിൽ അവർ ഉറപ്പായിട്ട് ത്രൂ വന്ന് പെർഫോം ചെയ്യും. നിർബന്ധമാണ്. എല്ലാ കുട്ടികൾക്കും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ആ സ്റ്റേജ് പെർഫോമൻസിന് ചാൻസ് കൊടുത്തിരിക്കും ആനുവൽ ഫംഗ്ഷനിൽ. ത്രൂ ഔട്ട് ദ ഇയറും പ്രോഗ്രാംസ് ഉണ്ട്, അതിനകത്തും വേരിയസ് ചാൻസസ് ആർ ഗിവൺ. ഇല്ലെങ്കിൽ ഇത് കമ്പൽസറി ആയിട്ട് കൊടുക്കും. ഇപ്പം നമ്മൾ ആനുവൽ ഫംഗ്ഷൻ്റെ ഒക്കെ CD ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഗ്രൗണ്ട് നിറഞ്ഞ് ജനങ്ങളായിരിക്കും. ഈ ഗ്രൗണ്ട് നിറച്ച് ജനങ്ങൾ 5000-6000 ആൾക്കാർ. പേരൻസ് ഒക്കെ വളരെ കോപ്പറേറ്റീവ് ആണോ? പേരൻസ് വളരെ കോപ്പറേറ്റീവ് ആണ്. ഈ ഭാഗത്തുള്ള ഒരു മൊത്തത്തിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആണോ ആൾക്കാർ? എഡ്യൂക്കേറ്റഡ്. അഗ്രികൾച്ചർ ബേസ്ഡ് ഏരിയ ആണ്. മെയിൻലി നമ്മളുടെ നാഗ്പൂർ, ഓറഞ്ച് വരുന്നത് ഇതിന്റെ ചുറ്റുവട്ടങ്ങളിലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. സോ ഓറഞ്ചിന്റെ നഗരമാണ് നാഗ്പൂർ സിറ്റി എന്ന് പറയുന്നത്. ഓറഞ്ച് നഗരം എന്ന് അറിയപ്പെടുന്നു. ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മളുടെ പുറകിൽ തന്നെ ഉണ്ട് ഓറഞ്ച് ഗാർഡൻസ് എല്ലാം. വളരെ മധുരമുള്ള ഓറഞ്ചസ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മളുടെ ഈ സ്കൂളിൽ വരുന്ന കുട്ടികളിൽ കർഷകരുടെ മക്കളും ഉണ്ട്, അതുപോലെ തന്നെ വ്യവസായം ചെയ്യുന്നവരുടെയും, പിന്നെ കോൾ മൈൻസിന്റെ കൽക്കരി ഖനികളിലും പിന്നെ മാംഗനീസ് മൈനുകളിലും വർക്ക് ചെയ്യുന്നവരുടെ മക്കളും ഒക്കെ വരുന്നുണ്ട്. സോ ഇവിടെ ഒരു മിക്സ്ഡ് ഗ്രൂപ്പാണ് നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്നത്.